ഡിജിറ്റൽ കേരളം, സാക്ഷര കേരളം എന്നൊക്കെ നമ്മൾ അഭിമാനത്തോടെ പറയാറുണ്ടല്ലോ. ഇത് കേരളമാണ്, ഇവിടെ നടക്കാൻ സാധ്യത വളരെ കുറവെന്ന് നമ്മൾ ഓരോരുത്തരും നടിക്കുന്ന ജാതീയ ഭീകരതയുടെ ചില കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പറഞ്ഞു വരുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങളുടെ ഞെട്ടിക്കുന്ന ചില കണക്കുകളെ കുറിച്ചാണ്. എല്ലാവർക്കും തുല്യത എന്ന് നമ്മൾ അഭിമാനത്തോടെ ആവർത്തിക്കുമ്പോഴും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങളുടെ ഞെട്ടിക്കുന്ന ചില കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ മാത്രം നമ്മുടെ സംസ്ഥാനത്ത് ഇവർക്കെതിരെ നടന്ന അതിക്രമങ്ങളിൽ രജിസ്റ്റർ ചെയ്തത് 12,521 കേസുകളാണ്. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നാം. എന്നാൽ പട്ടികജാതി വികസന വകുപ്പിന്റെ ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നത് ഇത് തന്നെയാണ്. ഓരോ വർഷവും 1000-ലധികം കേസുകളാണ് ഇവിടെ നമ്മുടെ സ്വന്തം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് 2023-ലാണ്. കൃത്യമായി പറഞ്ഞാൽ 1335 കേസുകൾ. ഏറ്റവും കുറവ് കേസുകൾ കഴിഞ്ഞ വർഷമാണ് റിപ്പോർട്ട് ചെയ്തത്, അതും 1052 എണ്ണം. ഈ വർഷം ജൂൺ പകുതി വരെ മാത്രം 456 കേസുകൾ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരം കഴിഞ്ഞ 10 വർഷത്തിനിടെ 15,987 പരാതികൾ ലഭിച്ചതിൽ കൃത്യമായ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് 10,000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തത്. ലഭിച്ച എല്ലാ പരാതികളിലും കർശനമായ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നത് നിയമവ്യവസ്ഥയിലുള്ള നമ്മുടെ വിശ്വാസം തെല്ലൊന്ന് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സുരക്ഷയും അവകാശ സംരക്ഷണവും ഉറപ്പാക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയുടെ കീഴിൽ ഒരു പ്രത്യേക SC/ST പ്രൊട്ടക്ഷൻ സെൽ തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഈ കേസുകളുടെ പുരോഗതി DGPയും ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും നേരിട്ട് വിലയിരുത്തുന്നുണ്ട്. കൂടാതെ കൃത്യമായ അന്വേഷണത്തിനായി വിവിധ ജില്ലകളിൽ സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ്സ് യൂണിറ്റുകളും സജീവമാണ്. ഇരകൾക്ക് അതിവേഗം നീതി ലഭ്യമാക്കാൻ നെടുമങ്ങാട്, കൊട്ടാരക്കര, എറണാകുളം, അയ്യന്തോൾ, മണ്ണാർക്കാട്, മഞ്ചേരി, മാനന്തവാടി എന്നിവിടങ്ങളിൽ എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ കോടതികളും മറ്റ് ജില്ലകളിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതികളും സ്പെഷ്യൽ കോടതികളായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നിരുന്നാലും നിയമങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും കോടതികളും ഇത്രയും ശക്തമായി കൂടെയുണ്ടായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയും അവകാശങ്ങളും അവർക്ക് പൂർണ്ണമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് ഒരു ജനാധിപത്യ സമൂഹം എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിൽ പ്രധാനം എന്തെന്നാൽ നിയമസംരക്ഷണം കൊണ്ട് മാത്രം മാറ്റമുണ്ടാകില്ല എന്നത് തന്നെയാണ്. പകരം അരികുവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് കൂടി നമുക്കുണ്ടാകണം. സാമൂഹികമായ വേർതിരിവുകൾക്കെതിരെയും മാറ്റി നിർത്തലുകൾക്കെതിരെയും നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാന വസ്തുത. ഒപ്പം ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളുക എന്നതാണ് പ്രധാന കാര്യം. അതായത് കേരളത്തിൽ ഇന്നും ജാതീയത നിലനിൽക്കുന്നു എന്ന നഗ്നമായ സത്യത്തെ ഉൾക്കൊള്ളുക, അതിനെതിരെ പ്രവർത്തിക്കുക, നിലനിൽക്കുക.